ഹായ് സുഹൃത്തുക്കളെ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇന്നത്തെ കഥയിലേക്ക് എൻ്റെ എല്ലാ സുഹൃത്തുക്കളെയും സ്വാഗതം ചെയ്യുന്നു. കഥ ആരംഭിക്കാം. എൻ്റെ പേര് ഷാഹിദ. ഞാൻ അദ്ദേഹത്തിന്റെ രണ്ടാം ഭാര്യയായി അവിടെ ചെന്നപ്പോൾ എൻ്റെ ജീവിതത്തിലെ പല പല സ്വപ്നങ്ങളും എനിക്ക് നേടിയെടുക്കാൻ കഴിയുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നതേയില്ല. 6 വർഷം മുമ്പുണ്ടായിരുന്ന തൻ്റെ ജീവിതത്തെക്കുറിച്ച് അവൾ മനസ്സിലിട്ട് ഓർമ്മകൾ അയവിറക്കുകയായിരുന്നു. ഷാഹിദയുടെ വിവാഹം കഴിയാത്തതുകൊണ്ട് വീടിനും വീട്ടുകാർക്കും അവൾ വല്ലാത്ത ഭാരമായി തുടങ്ങിയിരുന്നു. അവളെ കണ്ടാൽ ആരും കൊതിച്ചു പോകുന്ന രൂപമായിരുന്നു. വെളുത്തു തടിച്ച ശരീരവും ആരുടെയും നാവിൽ വെള്ളമൂറുന്ന അങ്കലാവണ്യവും അവളുടെ മാത്രം പ്രത്യേകതയായിരുന്നു. എന്നിട്ട് പോലും അവളെ വിവാഹം കഴിക്കാൻ ആരും മുന്നോട്ട് വന്നില്ല. കർമ്മദോഷമെന്നല്ലാതെ എന്തു പറയാൻ? നിന്റെ സമയം കഴിഞ്ഞെന്നാണ് പലരും അവളോട് പറഞ്ഞത്. അങ്ങനെ അവൾ നിരന്തരമായി പടച്ചവനെ വിളിച്ച് പ്രാർത്ഥിച്ചത് കൊണ്ടാകാം ഒരാൾ അവളെ പെണ്ണ് കാണാൻ വന്നു. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. വന്നയാൾക്ക് അവളേക്കാൾ ഇരട്ടി പ്രായമുണ്ട്. മാത്രമല്ല, കക്ഷിയുടെ രണ്ടാം കെട്ടുമാണ്. അയാളുടെ ഭാര്യ മരിച്ചുപോയതാണ്. അയാൾക്ക് ഒന്നും രണ്ടുമല്ല 4 മക്കളുണ്ട്. മക്കളൊന്നും അയാൾക്ക് ഒരു പ്രശ്നമായിരുന്നില്ല. എങ്ങനെയെങ്കിലും ഈ ഭാരം തലയിൽ നിന്ന് ഒഴിവാക്കാനിരുന്ന വീട്ടുകാർ അതിന് സമ്മതം മൂളി. പാവൻ ഷാഹിദയ്ക്കും എതിരെ അഭിപ്രായം ഉണ്ടായിരുന്നില്ല. അവൾക്ക് ആ വീട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാൽ മതിയെന്നായിരുന്നു. അങ്ങനെ വലിയ ആർഭാടമൊന്നുമില്ലാതെ അവളുടെ നിക്കാഹ് കഴിഞ്ഞു. അവൾ കെട്ടിയോന്റെ വീട്ടിൽ കയറിച്ചെന്നത് മുതൽ ദേവതയും രാക്ഷസിയും ആയി മാറുകയായിരുന്നു. കെട്ടിയോൻ അവൾ ദേവതയും, എന്നാൽ മക്കളുടെ കണ്ണിൽ അവരുടെ രണ്ടാനുമ്മ രാക്ഷസിയുമായി തോന്നി. ഷാഹിദ മക്കളുടെ അടുത്ത് എത്ര അടുക്കാൻ ശ്രമിച്ചിട്ടും അവർ ഒരു തരത്തിലും അവളോട് ഒരു അടുപ്പവും കാണിച്ചിരുന്നില്ല. എന്നാൽ കെട്ടിയോൻ അവളെ ജീവനെ പോലെ സ്നേഹിച്ചു. അയാളിൽ നിന്ന് അവൾ എല്ലാ സുഖവും അറിഞ്ഞു. ജീവിതത്തിൽ ഇന്നേ വരെ അനുഭവിക്കാത്തതൊക്കെ അവൾ അനുഭവിച്ചു. തന്നേക്കാൾ ഒരുപാട് പ്രായമുള്ള ആളാണെങ്കിലും ഇപ്പോഴും അദ്ദേഹത്തിന്റെ ആവേശം ഒട്ടും ചോർന്നു പോയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു ചെറുപ്പക്കാരനിൽ നിന്നും അനുഭവിക്കുന്ന സുഖമെല്ലാം അയാൾക്കും കൊടുക്കാൻ കഴിഞ്ഞിരുന്നു. എന്നാൽ മക്കൾക്കാകട്ടെ അതിലൊക്കെ വല്ലാത്ത ദേഷ്യമായിരുന്നു. അവർ ഷാഹിദയോട് കയർത്ത് സംസാരിക്കുകയും അവളെ ആവശ്യത്തിനും ആവശ്യമില്ലാതെയും കളിയാക്കുകയും മറ്റും ചെയ്യുമ്പോൾ അയാൾ കയറി ഇടപെടുകയും മക്കളെ വഴക്ക് പറയുകയും ചെയ്യും. അതുകൊണ്ട് ബാപ്പായെ അവരിൽ നിന്നും മനഃപൂർവ്വം ഷാഹിദ അകറ്റാനായി ചെയ്യുന്നതാണെന്നാണ് അവരുടെ വിചാരം. മക്കളുടെ വഴിവിട്ട പല കാര്യങ്ങളും ഷാഹിദ കണ്ടില്ലെന്നും കേട്ടില്ലെന്നും നടിച്ചു. അവരുടെ പല ബന്ധങ്ങളും അവൾ കയ്യോടെ പിടിച്ചിട്ടുമുണ്ട്. പിന്നെ മൂത്ത 2 പേർക്കും കല്യാണാലോചന വന്നു. 2 പേരെയും ഒരുമിച്ച് കെട്ടിച്ചു വിടാമെന്ന് അയാൾ തീരുമാനിച്ചു. അങ്ങനെ വിവാഹം ഉറപ്പിച്ചു. അവരെ ഒരുമിച്ച് തന്നെ ഒരേ പന്തലിൽ വെച്ച് നിക്കാഹ് നടത്തിവിട്ടു. എന്നാൽ പിന്നീട് അധികം നാൾ അയാൾ ഉണ്ടായിരുന്നില്ല. ഒരു ദിവസം കാലത്ത് അവൾ ചായയുമായി ചെന്ന് വിളിച്ചപ്പോൾ അയാൾ ഉറക്കത്തിൽ നിന്നും ഉറക്കമുണർന്നില്ല. സൈലന്റ് അറ്റാക്ക് ആയിരുന്നു. പിന്നീട് ഷാഹിദ വീണ്ടും ഒറ്റയ്ക്കായി. വളരെ പെട്ടെന്ന് തന്നെ അവളുടെ ആ സന്തോഷവും സുഖവും എല്ലാം അവസാനിച്ചു എന്ന് പറയാം. ബാക്കിയുള്ള 2 പേരും പഠിക്കുകയാണ്. അവർക്കുള്ളതെല്ലാം അയാൾ ഉണ്ടാക്കി വെച്ചിട്ടാണ് പോയത്. അവർക്ക് ആരുടെ മുമ്പിലും കൈനീട്ടേണ്ട ഗതികേടില്ലായിരുന്നു. എന്നാൽ ഷാഹിദയുടെ 4 വർഷത്തെ ദാമ്പത്യ ജീവിതം വളരെ പെട്ടെന്നാണ് അവസാനിച്ചത്. അങ്ങനെ അവൾ വിധവയായി. ഒറ്റയ്ക്കായി പോയ അവൾ പഴയ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ട് കിടക്കുകയായിരുന്നു. അവൾക്കാണെങ്കിൽ ഉറങ്ങാനേ കഴിയുന്നില്ല. കണ്ണടച്ചാൽ കെട്ടിയവന്റെ മുഖമാണ് മനസ്സിൽ. അയാൾ നൽകിയ സുഖവും സന്തോഷവും മനസ്സിലേക്കും ശരീരത്തിലേക്കും കയറി വന്നുകൊണ്ടേയിരുന്നു. ഇനി അതൊക്കെ വെറും സ്വപ്നങ്ങൾ മാത്രം. അതൊക്കെ ഓർത്ത് അവൾ കുളിമുറിയിൽ കയറി ഷവറിനിടയിൽ പോയി കുറച്ചു നേരം നിന്നു. പിറ്റേന്ന് വീട്ടിലെ ജോലികളൊക്കെ കഴിഞ്ഞ് അവൾ വീടിന്റെ ഉമ്മറത്തിണ്ണയിൽ ഇരിക്കുകയായിരുന്നു. തൊട്ടപ്പുറത്ത് താമസിക്കുന്നവരുമായി ഷാഹിദയ്ക്ക് നല്ല ബന്ധമായിരുന്നു. അവർ 2 വീട്ടുകാരും തമ്മിൽ ഒരു വീട് പോലെയാണ് കഴിഞ്ഞിരുന്നത്. ഗോപാലൻ ചേട്ടനും അദ്ദേഹത്തിന്റെ ഭാര്യ തങ്കമണിയും. അവർക്ക് ഏക മകനാണ്. അവൻ വിദേശത്ത് പഠിക്കുകയായിരുന്നു. അവനെ ഫോട്ടോയിൽ കൂടെയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഇതുവരെ നേരിട്ട് ഷാഹിദ കണ്ടിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം ഗോപാലൻ ചേട്ടന്റെ വീട്ടിൽ ഒരു കാർ വന്ന് നിന്നത്. കാറിന്റെ സൗണ്ട് കേട്ട പാതി കേൾക്കാത്ത പാതി ഗോപാലൻ ചേട്ടനും തങ്കമണി ചേച്ചിയും പുറത്തേക്ക് ഓടി വന്നു. അതിൽ നിന്ന് ഇറങ്ങിയ ആളെ കണ്ട് അവർ ഞെട്ടി. തങ്ങളുടെ മകൻ. അവർ അവനെ സ്നേഹത്തോടെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവനെ കാണാൻ അവിടെ ഒരാൾ പതുങ്ങി നിൽക്കുന്നത് ഷാഹിദയുടെ കണ്ണിൽപ്പെട്ടു. തന്റെ ഭർത്താവിന്റെ ഇളയ മകൾ.
അവളുടെ നോട്ടത്തിൽ ഷാഹിദയ്ക്ക് ഒരു വശപ്പിശക് തോന്നിയിരുന്നു. രാത്രിയായപ്പോൾ തങ്കമണി മകനെയും വിളിച്ചുകൊണ്ട് ഷാഹിദയുടെ വീട്ടിൽ അവരെ പരിചയപ്പെടുത്താൻ വേണ്ടി വന്നു. നന്നായിട്ട് സംസാരിക്കുകയും ഒരുപാട് തമാശകളൊക്കെ പറയുകയും ചെയ്യുന്ന ഒരു സുന്ദര കുട്ടപ്പൻ. അവനെ ആർക്കും ഒറ്റ നോട്ടത്തിൽ തന്നെ ഇഷ്ടപ്പെടും. സ്വഭാവമാണെങ്കിൽ പക്ക നല്ല സ്വഭാവം. വിശേഷങ്ങളൊക്കെ പറയുന്നതിനിടയിൽ വിഷമിച്ചു നിന്ന ഷാഹിദയോട് ഉണ്ണിക്കുട്ടൻ പറഞ്ഞു, ഷാഹിദ ഇത്ത ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട. സഹായത്തിന് തൊട്ടയലത്തുള്ള ഞങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇത്തായും മക്കളും ഒറ്റയ്ക്കാണെന്ന ഒരു വിചാരവും വേണ്ട. ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും. നിങ്ങൾക്ക് എന്താവശ്യമുണ്ടെങ്കിലും എന്നെ വിളിച്ചാൽ മതി കേട്ടോ. ഏതു പാതിരാത്രി ആയാലും ഞാൻ വരും. മോളോടുകൂടിയാണ് പറയുന്നത് കേട്ടോ. അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ആ ശരി ശരി, ഷാഹിദ പറഞ്ഞു. നിങ്ങളൊക്കെ അടുത്ത് കിടക്കുന്നതാ എനിക്കൊരാശ്വാസം, ഷാഹിദ അവരോടായി പറഞ്ഞു. കൊച്ചു വർത്തമാനമെല്ലാം കഴിഞ്ഞ് പിന്നീട് വരാമെന്നും പറഞ്ഞ് അവർ യാത്രയായി. പുതിയൊരു ഉണർവ് കിട്ടിയതുപോലെയായിരുന്നു അവൾക്ക്. ഒരു ദിവസം ഷാഹിദ ടൗണിലുള്ള മാർക്കറ്റിലേക്ക് പോയിരിക്കുകയായിരുന്നു. അന്ന് ഇളയ മകൾക്ക് സുഖമില്ലാത്തതുകൊണ്ട് അവൾ ക്ലാസ്സിന് പോയില്ല. അവൾ വീട്ടിൽ തന്നെയായിരുന്നു. മാർക്കറ്റിലൊക്കെ പോയി ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഷാഹിദ വീട്ടിലേക്ക് വന്ന് കയറിയത്. ഷാഹിദ വന്നത് മകൾ അറിഞ്ഞിരുന്നില്ല. ഷാഹിദ അകത്ത് വന്ന് നോക്കിയപ്പോൾ കണ്ട കാഴ്ച ഷാഹിദയെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു കളഞ്ഞു. ഉണ്ണിക്കുട്ടനും ആ റൂമിൽ ഉണ്ടായിരുന്നു. അവനും അവളും കൂടി മതിമറന്ന് ആഘോഷിക്കുകയായിരുന്നു. എന്തോ ഷാഹിദയ്ക്ക് അതിൽ ഇടപെടാൻ തോന്നിയില്ല. കാരണം എല്ലാ അനുഭവങ്ങളും അവൾക്കെങ്കിലും കിട്ടട്ടെ, നമുക്കോ ഈ ഗതിയായില്ലേ. നമ്മൾ അസൂയപ്പെട്ടിട്ട് ഒരു കാര്യവുമില്ല. ഷാഹിദ വല്ലതും പറഞ്ഞാൽ അനുസരിക്കുന്ന സ്വഭാവമൊന്നും അല്ല അവൾക്ക്. ഷാഹിദ എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ അവൾ തല ചാടി പറിക്കാൻ ചെല്ലും. പിന്നീട് പലപ്പോഴും ഷാഹിദ ആ ബന്ധം കണ്ടിരുന്നു. അന്നൊരു ശനിയാഴ്ചയായിരുന്നു. ഉണ്ണിക്കുട്ടൻ പനി പിടിച്ച് ഹോസ്പിറ്റലിൽ പോയി മരുന്ന് കഴിച്ച് കിടക്കുകയായിരുന്നു. തങ്കമണിക്കാണെങ്കിൽ ഒരു കല്യാണത്തിനും പോകണം. അവൾ ഉണ്ണിക്കുട്ടന് വേണ്ട കഞ്ഞിയും ചുട്ട പപ്പടവും ഉണ്ടാക്കി അടുക്കളയിൽ അടച്ചു വെച്ചു. ഉണ്ണിക്കുട്ടനോട് അത് എടുത്ത് കഴിക്കണേ എന്നും പറഞ്ഞ് അവന്റെ അടുത്ത് വന്ന് നെറ്റിയിൽ കൈവച്ച് നോക്കി. ആ ഇപ്പോൾ ചൂടൊക്കെ കുറഞ്ഞല്ലോ, പനിയും കുറവുണ്ട്. ഞങ്ങൾ കല്യാണത്തിന് പോയിച്ച് എളുപ്പം വരാം കേട്ടോ മോനെ. അതും പറഞ്ഞ് ഗോപാലനും തങ്കമണിയും കല്യാണത്തിന് പോയി. കുറച്ചു കഴിഞ്ഞ് അവൻ പതിയെ എഴുന്നേറ്റ് അടുക്കളയിൽ ചെന്ന് ശകലം കഞ്ഞി എടുത്തു കുടിച്ചു. വായ്ക്കൊരു രുചിയും തോന്നുന്നില്ല. ആഹാരത്തിന് ശേഷമുള്ള ഗുളികയും ഒക്കെ കഴിച്ച് അവനൊന്ന് മയങ്ങി. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ ഷാഹിദ അങ്ങോട്ട് ചെന്നു. ഇതെന്താ ഉണ്ണിക്കുട്ട മൂടിപ്പൊതച്ച് കിടക്കുന്നത് എന്നവൾ ചോദിച്ചു. അവൻ പറഞ്ഞു, പനിയാണിത്ത. ഹോസ്പിറ്റലിൽ പോയില്ലേ? പോയി, മരുന്ന് കഴിച്ചു. ഇപ്പോൾ പനി കുറവുണ്ട്, അവൻ പറഞ്ഞു. അമ്മ എന്തിയെ മോനെ? അവൾ ചോദിച്ചു. അമ്മയും അച്ഛനും കൂടി ഒരു കല്യാണത്തിന് പോയി. നീ വല്ലതും കഴിച്ചോടാ? ആ കഴിച്ചു. അമ്മ കഞ്ഞി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വായ്ക്ക് ഭയങ്കര കയ്പ്. ഞാൻ ശകലം എടുത്ത് കുടിച്ചു. ശകലമോ? കഞ്ഞിയല്ലേ, ക്ഷീണത്തിന് നല്ലതാ. ഞാൻ എടുത്തു തരാം. വീട്ടിലും ആരുമില്ല. അതും പറഞ്ഞ് അവൾ അടുക്കളയിൽ ചെന്ന് കുറച്ച് കഞ്ഞി ഒഴിച്ചു വെച്ചു. ഉണ്ണിക്കുട്ടനെ വിളിച്ചു. ബാടാ, ബാ എഴുന്നേറ്റ് വാ, കഞ്ഞി കുടിക്കാം. അവൻ പതുക്കെ എഴുന്നേറ്റ് ചെന്ന് കുറച്ചുകൂടി കഞ്ഞി കുടിച്ചു. കഞ്ഞിയെല്ലാം കുടിച്ച് വായും കഴുകി കൈയും കഴുകിയ ശേഷം അവൻ റൂമിലേക്ക് പോയി. കുറച്ചു കഴിഞ്ഞ് പാത്രമൊക്കെ കഴുകി വെച്ചതിന് ശേഷം ഷാഹിദ അങ്ങോട്ടേക്ക് വന്നു. അവൻ പുതച്ചുമൂടി കിടന്നു. ഷാഹിദയെ കണ്ടപ്പോൾ അവൻ പറഞ്ഞു, ഇത്താ നല്ല തണുപ്പ്. തണുപ്പോ? നിന്റെ തണുപ്പൊക്കെ ഞാൻ ഇപ്പോൾ മാറ്റിത്തരാമടാ മോനെ. അങ്ങനെ ഷാഹിദത്ത ഒരൊറ്റമൂലിപ്രയോഗം അങ്ങ് നടത്തി. അതിനുശേഷം ഇത്താ ചോദിച്ചു, എങ്ങനുണ്ടാ മോനെ, ഇപ്പോൾ കുറച്ച് ആശ്വാസം തോന്നുന്നുണ്ടോ? അവൻ ഉണ്ട് എന്ന് പറഞ്ഞു. ചെറുതായൊന്ന് പുഞ്ചിരിച്ചു. പിന്നെ കുറച്ചു മണിക്കൂറുകൾ വലിയൊരു മഴ പെയ്തു തോന്നും. ഭയങ്കരമായ ഇടിയും മിന്നലും ഒക്കെയായിട്ട്. ആ മഴ നനഞ്ഞ് അവന്റെ പനി പമ്പയല്ല എരുമേലി കിടന്നെന്ന് തന്നെ പറയാം. ഷാഹിദ പതുക്കെ അവിടെ നിന്ന് ഇങ്ങി പോന്നു. അങ്ങനെ ഷാഹിദ ഒരുപാട് സന്തോഷിച്ചു. തനിക്കും ഒരാളായല്ലോ. അവൾ നെടുവീർപ്പിട്ടു.